മണ്ഡലകാലമെത്തുന്നു. തീർത്ഥാടകരെ വരവേൽക്കാനായി ഒരുങ്ങുകയാണ് എരുമേലി. ആളും ആരവങ്ങളും ഇപ്പോളില്ല. എന്നാൽ ദിവസങ്ങൾ കഴിയുമ്പോൾ സ്ഥിതി മാറും. എങ്ങും ശരണമന്ത്രം മാത്രം ഉയർന്നു കേൾക്കും. കോട്ടയം നഗരത്തിൽ നിന്ന് 60 കിലോമീറ്റർ അകലെയായി മണിമലയാറിൻ്റെ തീരത്താണ് എരുമേലി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അടുത്തടുത്തായി 2 ക്ഷേത്രങ്ങളുണ്ട്. ഒരു ക്ഷേത്രം വലിയമ്പലം അഥവാ എരുമേലി ശ്രീധർമ്മശാസ്താ ക്ഷേത്രം എന്നും മറ്റൊന്ന് കൊച്ചമ്പലം അഥവാ പേട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു. 2 ക്ഷേത്രങ്ങളും തമ്മിൽ കഷ്ടിച്ച് 1/2 കിലോമീറ്ററിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശബരിമല തീർത്ഥാടന വേളയിലെ ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ വലിയമ്പലത്തിനും കൊച്ചമ്പലത്തിനും ഇടയിലാണ് നടക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ വാവര് പള്ളിയും കൊച്ചമ്പലത്തിന് മുന്നിലായി സ്ഥിതി ചെയ്യുന്നു. പമ്പയിൽ നിന്ന് കിട്ടിയതാണ് വലിയമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹം എന്നാണ് വിശ്വാസം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റാന്നി കർത്താക്കളുടെ കീഴിലായിരുന്ന ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് ആലമ്പള്ളി എന്നായിരുന്നു. രാജകൽപ്പന പ്രകാരം പുലിപ്പാലിന് പോയ അയ്യപ്പൻ നായാട്ടുകാരും ഒന്നിച്ച് മൃഗയാവിനോദം ചെയ്തതിൻ്റെ സ്മരണ പുതുക്കലാണ് എരുമേലി പേട്ടതുള്ളൽ എന്ന ഒരു വിശ്വാസമുണ്ട്. മഹിഷിയെ കൊന്നതിൻ്റെ സന്തോഷത്തിൽ നാട്ടുകാർ ആനന്ദ നൃത്തം ചവിട്ടിയതിൻ്റെ സ്മരണാർത്ഥമാണ് അയ്യപ്പ ഭക്തർ പേട്ട തുള്ളുന്നത് എന്നതും മറ്റൊരു സങ്കല്പം. എരുമകൊല്ലി എന്ന് വിളിക്കപ്പെട്ടിരുന്ന സ്ഥലം കാലാന്തരത്തിൽ എരുമേലിയായി മാറി എന്ന് വിശ്വാസം. അയ്യപ്പൻ വധിച്ച എരുമയുടെ രൂപമുള്ള രാക്ഷസിയുടെ ഉടൽ വീണ സ്ഥലമാണ് എരുമേലി. ക്ഷേത്രത്തിന് മുന്നിലെ സ്കൂൾ മൈതാനത്തെ കുളം അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ച സ്ഥലമാണ് എന്നാണ് വിശ്വാസം. ഈ കുളത്തിലെ ജലം മഹിഷിയുടെ രക്തം വീണ ചുവന്ന നിലയിലായതോടെ രുതിതക്കുളം എന്ന പേരിൽ അറിയപ്പെട്ടു. ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി താളമേള വാദ്യ അകമ്പടിയോടുകൂടി അനുഷ്ഠാനപരമായ ആനന്ദ നൃത്തമാണ് എരുമേലി പേട്ടതുള്ളൽ. വൃശ്ചിക ധനുമാസങ്ങളിൽ, അതായത് ഇംഗ്ലീഷ് മാസം ഡിസംബർ ജനുവരി മാസങ്ങളിൽ മണ്ഡല മകരവിളക്ക് കാലത്താണ് ഈ അനുഷ്ഠാനം നടക്കുന്നത്. ശബരിമലയിൽ വരുന്ന കന്നിസ്വാമിമാരാണ് പേട്ട തുള്ളുക. മുഖത്ത് ചായം തേച്ച് തടികൊണ്ടുള്ള ആയുധങ്ങളും വൃക്ഷശിഖരങ്ങളും മറ്റുമായി നൃത്തം ചവിട്ടുന്ന ചടങ്ങാണ് പേട്ടതുള്ളൽ. കൊച്ചമ്പലം അഥവാ പേട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച വലിയമ്പലം അഥവാ എരുമേലി ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ സമാപിക്കും വിധമാണ് പേട്ടതുള്ളൽ. ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഒരുവൻ്റെ അഹന്തയെ വെടിഞ്ഞ അയ്യപ്പന് സ്വയമായി അടിയറവ് വയ്ക്കുക എന്നതാണ്. പേട്ട തുള്ളുന്നവർ അയ്യപ്പ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു. പിന്നീട് ഇവർ നദിയിൽ പോയി കുളിക്കുന്നു. കുളി കഴിഞ്ഞ ശേഷം അയ്യപ്പ ഭക്തർ വീണ്ടും ക്ഷേത്രത്തിൽ സന്ദർശിച്ച് അയ്യപ്പനിൽ നിന്ന് ശബരിമല കയറുവാനുള്ള അനുവാദം വാങ്ങുന്നു. പിന്നീട് ഭക്തർ തങ്ങളുടെ ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് സന്നിധാനത്തേക്ക് പുറപ്പെടുന്നു. അയ്യപ്പൻ എൻ്റെ അകത്ത് ഓം, സ്വാമി നിൻ്റെ അകത്ത് ഓം എന്ന മന്ത്രം ഭക്തിപ്രഹർഷത്തിൽ അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്നായി മുഴങ്ങുമ്പോൾ മാനവ സാഹോദര്യത്തിൻ്റെ വിശാലമായ ദർശനത്തിലേക്കും ഈശ്വര സാക്ഷാത്കാരത്തിലേക്കും എരുമേലി ചുവടുവയ്ക്കും. മതങ്ങളും മനസ്സുകളും ഒന്നാകുന്ന മാനവ മൈത്രിയുടെ സംഗമഭൂമിയാണ് എരുമേലി. അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളുടെ പേട്ടതുള്ളലാണ് ഇവിടെ പ്രധാനം. അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടതുള്ളൽ രാവിലെയും ആലങ്ങാട് സംഘത്തിൻ്റെ പേട്ടതുള്ളൽ ഉച്ചയ്ക്ക് ശേഷവുമാണ് നടക്കുക. അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ട എഴുന്നള്ളത്ത് കാണാൻ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ഭഗവാൻ ഗരുഡാരൂഢനായി എത്തുമെന്നാണ് വിശ്വാസം. ആകാശത്ത് കൃഷ്ണപ്പരുന്തിനെ കണ്ടിട്ടാണ് അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടതുള്ളൽ ആരംഭിക്കുക. അമ്പലപ്പുഴ സംഘം പേട്ട കൊച്ചമ്പലത്തിൽ നിന്ന് പുറപ്പെട്ട് ആദ്യം നൈനാർ ജുമാ മസ്ജിദിൽ കയറും. പള്ളിയിൽ പേട്ട സംഘത്തിന് സ്വീകരണം നൽകും. വാവരുടെ പ്രതിനിധി അമ്പലപ്പുഴ പെരിയോൻ്റെ കൈപിടിക്കും. യാത്രയിൽ പേട്ട സംഘത്തിൻ്റെ ഒപ്പം വാവരുടെ സാന്നിധ്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. പേട്ട സംഘത്തിലെ പെരിയ സ്വാമിയെയും വാവരുടെ പ്രതിനിധിയെയും വലിയമ്പലത്തിൽ ക്ഷേത്ര ഭാരവാഹികൾ ചേർന്ന് സ്വീകരിച്ചാനയിക്കും. ആകാശത്ത് വെള്ളി നക്ഷത്രത്തെ ദർശിച്ച ശേഷമാണ് ആലങ്ങാട്ട് സംഘത്തിൻ്റെ പേട്ടതുള്ളൽ. പേട്ട കാണാൻ മഹാദേവൻ എത്തുമെന്നാണ് വിശ്വാസം. വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ച് കളഭം പൂശി ഭസ്മക്കുറി അണിഞ്ഞാണ് ആലങ്ങാട്ട് സംഘം പേട്ടയ്ക്കെത്തുന്നത്. കായ, ചേന, കാച്ചിൽ, പച്ചക്കറി എന്നീ വിളകൾ കച്ചയിൽ കെട്ടി കമ്പിൽ കോർത്ത് തോളത്തേറ്റും. വാദ്യമേളങ്ങളോടെയാണ് പേട്ടതുള്ളൽ. സന്ധ്യയ്ക്ക് 6:30 സംഘം വലിയമ്പലത്തിൽ പ്രവേശിക്കും. ആലങ്ങാട് യോഗത്തിൻ്റെ ഗോളക ധർമ്മശാസ്താവിന് ചാർത്തി ദീപാരാധന നടത്തും.